ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നല്ല ചൂടാണ്. എനിക്ക് പനിയൊക്കെ മാറി എങ്കിലും തൊണ്ടയുടെ സൗണ്ട് ശരിയായിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ നല്ല ബെറ്ററായി വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാമെന്ന് കരുതി. ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് ഒരു ചേച്ചിയെ കണ്ടു. അങ്ങനെ ആ ചേച്ചിയാണ് എൻ്റെ കൂടെ മോൻ വിദേശത്താണല്ലോ, അപ്പോൾ എൻ്റെ മകനും വിദേശത്ത് പോകണമെന്ന് കരുതി ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ വിദേശത്ത് പോകുന്നതിനുള്ള കാര്യങ്ങളും അതിൻ്റെ പൈസ ചിലവ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ എൻ്റെ കൂടെ ചോദിച്ചു. അപ്പോഴും ഞാൻ ആലോചിച്ച് ഇന്ന് ഇതുപോലെ ഒരുപാട് അമ്മമാർ ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ മക്കൾ വിദേശത്ത് പഠിക്കുന്നതും അതുപോലെ വിദേശത്ത് പോകാനായിട്ടിരിക്കുന്ന രക്ഷകർത്താക്കളും പോകാനായിട്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളൊക്കെ ഉണ്ടല്ലോ. അന്നേരം അത് അവർക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് പങ്കുവെക്കാമെന്ന് കരുതി. എൻ്റെ മകനും ഇപ്പോൾ വിദേശത്താണ്, UK-യിലാണ്. അവൻ പോയതെന്ന് വെച്ചാൽ അവൻ ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് അവന് വേറൊരു കമ്പനിയിൽ L&T എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി 6 മാസത്തെ അപ്രൻറ്റീസായിട്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഗുജറാത്തിലായിരുന്നു. അങ്ങനെ അവൻ അവിടെ പോയി. പക്ഷെ അവിടുത്തെ കാലാവസ്ഥയൊന്നും അവന് പിടിച്ചില്ല. അവന് ഒരുപാട് അസുഖങ്ങളൊക്കെ അവിടെ വെച്ച് വന്ന് ഗുജറാത്തിൽ വെച്ച് നമ്മുടെ ഈ കൊറോണ ടൈമും കൂടെ ആയിരുന്നു. ആ സമയത്ത് പോയി അവിടെ ചെന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ പിടിക്കാതെയൊക്കെ വന്ന് പനിയൊക്കെ ആയി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ ഒരു 3 മാസം 4 മാസമൊക്കെ ജോലി ചെയ്തതേ ഉള്ളൂ. 6 മാസത്തിൻ്റെ അപ്രൻറ്റീസ് ഇതായിട്ടാണ് പോയത്. എന്തായാലും 4 മാസമൊക്കെ ആയപ്പം പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി തീരെ വയ്യാതായി തിരിച്ചു പോരുന്നു. പിന്നീട് അവർ 6 മാസത്തെ ഇത് സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് ഇനിയിപ്പം എന്തിന് പോകണമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ്, ഗൾഫിലെങ്ങാനും പോകാം എന്നുള്ള താല്പര്യത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് അവന് ഇതുപോലെ UK-യിൽ പോകണമെന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളും ഇങ്ങനെ UK പോകുന്ന ഒരു താല്പര്യം ഉണ്ടല്ലോ. അങ്ങനെ അവന് UK പോയതാണ്. അപ്പോഴിപ്പോൾ UK-യിൽ പോയ എൻ്റെ മകൻ പോയതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പോൾ IELTS ഒക്കെ പാസ്സായാൽ മാത്രമേ അവന് പോകാൻ പറ്റുള്ളൂ. എൻ്റെ മകൻ പോയ യൂണിവേഴ്സിറ്റിയിൽ അന്ന് അവർ IELTS എല്ലാത്തിനും IELTS വേണം, എല്ലാ യൂണിവേഴ്സിറ്റിക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് പോയത്. അവിടെ IELTSന് പകരം ഇംഗ്ലീഷിന് 80% പുറത്ത് മാർക്ക് +2 വേണമായിരുന്നു. അത് CBSE ആയിരിക്കണം, ഗവൺമെൻറ് ആയിരിക്കില്ല. CBSE എക്സാം കഴിഞ്ഞ് +2 പാസ്സായ കുട്ടി ഇംഗ്ലീഷിന് 80-85% മാർക്കുണ്ടെങ്കിൽ IELTS വേണ്ട എന്നായിരുന്നു. ഭാഗ്യത്തിന് അവൻ്റെ ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്കിലും അവർ 3-4 പ്രാവശ്യം ഇൻ്റർവ്യൂ ഒക്കെ നടത്തി നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന എബിലിറ്റിയൊക്കെ നോക്കിയാണ് അവർ ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയാണ് എടുത്തത്. അതുകൊണ്ട് ഭാഗ്യത്തിന് IELTSൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ IELTSൻ്റെ എക്സാമിന് തന്നെ 35,000 രൂപയെങ്ങാണ്ട് അതിൻ്റെ ഫീസ്. പിന്നെ അതിനകത്ത് 7 പോയിൻ്റ് 7 പോയിൻ്റ് എങ്ങാണ്ട് വേണം നമുക്ക് അപേക്ഷ അയക്കുന്നതിന്. അതിന് എറണാകുളത്ത് പോയി പഠിക്കാം. 3 മാസത്തെ അതിന് പോയി ചേരാനായിട്ടായി ഇരിക്കുമ്പോഴാണ് ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. എന്തായാലും അവൻ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന അവിടെയാണ് പഠിച്ചത്. അവിടെ MBAക്കാണ് പഠിച്ചത്. 2 വർഷത്തെ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞു, അത് ജയിച്ചിട്ടുണ്ട്. പിന്നെ PSW എന്ന് പറഞ്ഞ് പിന്നെ 1 വർഷം കൂടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത്. അതിപ്പം ജൂൺ വരെ ഉള്ളൂ. അതിനുള്ളിൽ നല്ലൊരു വിസ അടിച്ച് കിട്ടണം. പക്ഷേ ഇതുവരെ വിസയൊന്നും അടിച്ച് കിട്ടിയില്ല. വിസ കിട്ടാനൊക്കെ ഇപ്പം നല്ല പാടാണ് അവിടെ. പിന്നീട് ഈ കുട്ടികളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് വന്ന് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ആ ട്രെൻഡൊക്കെ ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവരങ്ങനെ അധികം യൂണിവേഴ്സിറ്റികളിലൊന്നും പുറത്തുനിന്ന് കുട്ടികളെ എടുക്കുന്നില്ല. എൻ്റെ മോനൊക്കെ പോയ ആ ടൈമിലും അതിന് മുൻപൊക്കെ ആയിരുന്നു ഒരുപാട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ലോണൊക്കെ വെച്ചിട്ടായാലും വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്തിട്ടൊക്കെ ആയിരുന്നു എല്ലാവരും പോകുന്നത്. പോയാലും നമുക്ക് അവിടെ പോയി പിള്ളേർ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ലോണൊക്കെ അടയ്ക്കാം എന്നുള്ളതൊക്കെ ആയിരുന്നു ഒരു കാര്യം. പക്ഷേ എൻ്റെ മോനൊക്കെ ചെന്ന സമയമായപ്പോഴത്തേനും അവിടെ ആ നിയമങ്ങളൊക്കെ മാറി. നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. ആ 20 മണിക്കൂറിൽ 21 മണിക്കൂറായി കഴിഞ്ഞാൽ വിസ കട്ട് ചെയ്ത് അവരെ തിരിച്ചയക്കും. അതുകൊണ്ട് കറക്റ്റ് 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതുപോലെ ജോലി ചെയ്യാൻ ഒന്നും ചെയ്യാതെ വീട്ടിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾ, ഇപ്പം അമ്മയും അച്ഛനും ഒക്കെ വലിയ പാമ്പർ ചെയ്ത് വളർത്തി കൊണ്ടുവരുന്ന കുട്ടികളൊന്നും വിദേശത്ത് പോയാൽ ഒരു രക്ഷയില്ല. ജോലി ചെയ്തേ പറ്റുള്ളൂ. എന്തെങ്കിലും ജോലി ഇപ്പം അവിടെ ചെല്ലുമ്പോൾ ഏത് ജോലി ചെയ്യുന്നതിനും യാതൊരു മടിയില്ല. നമ്മുടെ നാട്ടിലാകുമ്പം ഒരുപാട് ജോലി ചെയ്യുന്നതിനൊക്കെ ഇന്ന വീട്ടിലെ കുട്ടിയാ
അവൻ ഈ ജോലിയാണോ ചെയ്യുന്നത്, പെട്രോൾ പമ്പിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ നാണക്കേടാ. പക്ഷെ അവിടെ അങ്ങനെയില്ല. അവിടെ 18 വയസ്സ് കഴിഞ്ഞ് എല്ലാ കുട്ടികളും അവരവരുടെ സ്വന്തം അധ്വാനത്തിൽ തന്നെ പഠിക്കാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ട് എല്ലാ കോളേജുകളും യൂണിവേഴ്സിറ്റിയും എല്ലാം അവിടെ ആഴ്ചയിൽ 2-3 ദിവസമേ ഉള്ളൂ ക്ലാസ് ഉള്ളത്. ബാക്കി 4 ദിവസം അവർ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അന്നേരം ഒരാഴ്ചയിൽ 20 മണിക്കൂർ വർക്ക് ചെയ്ത് അതിൻ്റെ പൈസ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. അങ്ങനെയാണ് അവിടെ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ കണക്ക് എല്ലാ ചിലവും അച്ഛനമ്മമാർ പഠിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ കല്യാണം കഴിച്ചാലും എൻ്റെ മോനെ എൻ്റെ മോളാന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ചിലവിന് കൊടുക്കാനൊന്നും അവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ അവർ വേറൊരു വ്യക്തിയാണ്. അപ്പോഴവർ തന്നെ ഏൺ ചെയ്ത് അവർ തന്നെ പഠിക്കണം. അതാണ് അവിടുത്തെ നിയമം. അത് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ മോളാണെങ്കിലും ആരായാലും അവിടെ ജോലി ചെയ്ത് വേണം അവർ പഠിക്കാനും അവരുടെ ജീവിത ചെലവുകൾ കണ്ടെത്താനും എന്നാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് അവിടെ അതൊരു നാണക്കേടില്ല. പക്ഷെ ഇവിടെ നിന്ന് ചെല്ലുന്ന കുട്ടികൾ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരിക്കും. അവരിപ്പം നാട്ടിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ശീലിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. അതേസമയം ഒട്ടും വീട്ടിൽ ഇങ്ങനെ അമ്മയും അച്ഛനും കൊടുത്ത് പോക്കറ്റ് മണിയൊക്കെ കൊടുത്ത് വെച്ചിരുന്ന കുട്ടികളൊക്കെ ലണ്ടനിൽ പോവുക അല്ലെങ്കിൽ കാനഡയിൽ പോവുക എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നിട്ട് പിറ്റേന്ന് പോലും ജോലിക്ക് പോകണമെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മോനൊക്കെ കുറച്ച് ജോലിയൊക്കെ ഇവിടെയൊക്കെ നടന്ന് ചെയ്തിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവൻ്റെ പെട്രോൾ അടിക്കാനുള്ള പൈസയ്ക്കൊക്കെ അവൻ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. അതിന് ആദ്യമൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ തന്നെ നമ്മളെ വഴക്ക് പറയുമായിരുന്നു. പക്ഷേ അവൻ്റെ അച്ഛന് അതിലൊന്നും താല്പര്യമില്ല. അവരവർ തന്നെ സമ്പാദിച്ച് ജീവിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് പറയുന്നതുകൊണ്ട് അവനിങ്ങനെ വിളമ്പാനും അതിന് കാറ്ററിംഗ് സർവീസിനൊക്കെ അവൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവന് അവിടെ ചെന്നപ്പോഴും അതിലൊന്നും ഒരു നാണക്കേട് തോന്നിയിട്ടില്ല. പക്ഷേ അവൻ്റെ കൂട്ടുകാരായ കുട്ടികളൊക്കെ ഒരുപാട് പേര് കുറേ ദിവസം റൂമിലൊക്കെ കിടന്നു. നമ്മൾ നാട്ടിൽ നിന്നൊന്നും പൈസ അയച്ചു കൊടുത്താൽ അവർക്ക് ചിലവിന് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ 1,00,000 രൂപ അയച്ചു കൊടുത്താൽ അവർക്ക് അവിടെ 1000 രൂപ പോലും ഇല്ല. 1000 രൂപ കഷ്ടിച്ചേ വരത്തുള്ളൂ. അന്നേരം അത് അവർക്ക് ഒന്നിനുമില്ല അവിടെ. അവിടുത്തെ പൗണ്ട് ഇതായിട്ട് ചെയ്യുമ്പോൾ അന്നേരം പിന്നെ നമ്മൾ അയച്ചു കൊടുക്കാതിരിക്കുന്നത് നല്ലത്. പിന്നീട് കുറേ രക്ഷകർത്താക്കൾ പൈസ അയച്ചു കൊടുത്ത് 2-3 പ്രാവശ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ മടുത്തു കഴിഞ്ഞ് പിന്നെ അവരൊരു കുട്ടികൾ തന്നെ പതുക്കെ ഓരോ കടകളിൽ നിൽക്കാനും അതുപോലെ ഹോട്ടലുകളിലും ഒക്കെ നിന്നാണ് അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അവിടെ റൂം വാടക പിന്നെ അവരുടെ ചിലവ് എത്ര ചുരുക്കി ചിലവ് ചെയ്താലും അവർക്കുള്ള ആവശ്യത്തിനുള്ള പൈസ വേണമല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കോളേജ് ഫീസ് 3/4 ഭാഗം അടച്ചിട്ടാണ് ഇവിടുന്ന് മോൻ പോയത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഫീസൊക്കെ അവൻ തന്നെ ഏൺ ചെയ്ത് അടച്ചു. അത് കഴിഞ്ഞ് ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഇതിൽ ഒരുവിധം നല്ല ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന് പുതിയ വിസ അടിച്ച് കിട്ടി നല്ലൊരു ജോലി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം അവിടുത്തെ ഒരു നല്ലൊരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു അങ്ങനെ മോൻ ജോലിക്കൊന്നും പോകത്തില്ല അങ്ങനെയൊക്കെ അവിടെ ചെല്ലുമ്പോൾ മൊത്തത്തിൽ ഒരു വിഷമം ആവരുത്. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം പോകാൻ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ കുട്ടികളും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് കാനഡയിൽ പോവുക അല്ലെങ്കിൽ UK പോവുക ജർമ്മനി പോവുക എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നിട്ട് അവിടുത്തെ തണുപ്പ് നല്ല തണുപ്പാണ്. അതൊക്കെ കാലാവസ്ഥ പിടിച്ച് കിട്ടുന്നത് തന്നെ വലിയ പാടാണ്. അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജോലി PSC ടെസ്റ്റ് എഴുതുകയോ UPSC ടെസ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരിച്ച് പ്രൊഫഷണൽ കോഴ്സ് വല്ലതും പഠിക്കുകയോ ഒക്കെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി പണ്ടത്തെ കണക്ക് അവിടെ UK-യിലും ജർമ്മനിയിലും ഇവിടെ കാനഡയിലും ഒന്നും ചെന്നിട്ട് വിസയൊക്കെ കിട്ടാൻ ഇപ്പം ഭയങ്കര പാടാന്നാണ് മോനൊക്കെ പറയുന്നത്. ഇനി ഒരു വിസയ്ക്കൊക്കെ പൈസ ചോദിക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ ഇൻ്റർവ്യൂ നടത്തി എടുക്കുന്നുണ്ട്. എടുത്താലും ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ വിസയ്ക്ക് പൈസ വേണമെന്ന് പറയുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തന്നെ ആകെ ഒരു ടെൻഷനിലിരിക്കുകയാണ്. ഇപ്പം വിസ അടിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷമത്തിലിരിക്കുകയാണ്. ഇപ്പം അവന് 3 വർഷമായി. ഇപ്പം ആകെ 3 വർഷം കഴിയാറായി. പിന്നെ അവൻ UK പോയിട്ട്. അന്നേരം ഇവന് വിസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്നതും നല്ലതാണ്. അവിടുത്തെ ആ കൾച്ചർ നമുക്ക് മനസ്സിലാവും. അതുപോലെ അവരുടെ വൃത്തി, നീറ്റ്നെസ്, അതേപോലെ റോഡിലെ വണ്ടി ഓടിക്കുമ്പോഴുള്ള ഡ്രൈവിംഗ് മര്യാദകൾ, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ഇവിടെ ആണെങ്കിൽ കാറ് നന്നായിട്ട് ഓടിച്ച് നടക്കുന്ന എൻ്റെ മോനാണ്. എന്നിട്ട് പോലും അവൻ 2 പ്രാവശ്യം പോയിട്ട് പോലും ഇപ്പോൾ ഫെയിലായി. അത്രയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്ത് അത് ടെസ്റ്റ് എഴുതി പാസ്സായി പിന്നെ അതിൻ്റെ ഇതിന് ചെന്ന് അറ്റൻഡ് ചെയ്യണം. നല്ല ഇംഗ്ലീഷുകാർ തന്നെ ആയിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. അവർ നല്ല
നന്നായിട്ട് നോക്കി ഒരു വര അപ്പുറവും ഇപ്പുറവും വീലൊന്നും പോവാതെ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടേ അവർ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കൊടുക്കുകയുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ ജോലിയാണെങ്കിലും നല്ല കറക്റ്റ് ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതി, അത് കഴിയുമ്പോൾ അവർക്ക് റെസ്റ്റ് എടുക്കണം. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നിയമങ്ങളൊക്കെ നല്ല എല്ലാം ഫേവറായിട്ടുള്ള നിയമങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റുഡൻ്റൊക്കെ പോയിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ട് ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. അതുപോലെ ഇനിയിപ്പോൾ പോകുന്ന കുട്ടികൾക്കൊന്നും അത് ഒരുപാടൊന്നും അങ്ങനെ നാട്ടിലോട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലോട്ട് അയച്ചു കൊടുക്കാനൊന്നും വലുതായിട്ട് കാണത്തില്ല. കാരണം ഋഷി സുനക് പ്രസിഡൻ്റായ സമയത്ത് ഇവർ പറഞ്ഞ് എവിടെയൊക്കെ സ്റ്റുഡൻസൊക്കെ ജോലി ചെയ്യുന്നു അവരെ 20 മണിക്കൂർ കൂടുതൽ ഒരിടത്തും ജോലി ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കയ്യിൽ പൈസ കൊടുക്കരുത്, എല്ലാം അക്കൗണ്ട് വഴി ആയിരിക്കണമെന്ന്. അതോടുകൂടി ഈ കുട്ടികൾക്ക് പണ്ട് 20 മണിക്കൂർ അവരുടെ അക്കൗണ്ടിൽ കാണിക്കാം, കുറച്ച് പൈസ അല്ലെങ്കിൽ ബാക്കി നമുക്ക് കയ്യിൽ വാങ്ങിക്കാം. അത് കയ്യിലെടുക്കുന്ന പൈസ അവർക്ക് ചിലവിനൊക്കെ എടുക്കാം. അതുപോലെ അക്കൗണ്ടിൽ വരുന്ന പൈസ നാട്ടിലോട്ട് അയച്ചു കൊടുത്ത് കടമൊക്കെ തീർക്കുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം വന്നതുകൊണ്ട് അക്കൗണ്ട് വഴി മാത്രമേ എല്ലാ ട്രാൻസാക്ഷനും ഉള്ളൂ. അപ്പോൾ 20 മണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിൽ കുട്ടികൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് ആ പൈസയുടെ പേയ്മെൻറ്റ് കാണിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 20 മണിക്കൂർ വർക്ക് ചെയ്താൽ അവർക്കുള്ള ചിലവിനുള്ളതേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ജർമ്മനിയിലാണെന്നോ കാനഡയിലാണോ അല്ലെങ്കിൽ UK-യിലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ട് അധ്വാനിക്കാൻ മനസ്സുള്ള കുട്ടികൾ മാത്രം അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. അതുപോലെ അവിടുന്ന് വിസയൊക്കെ ഇപ്പോൾ അടിച്ചു കിട്ടാനും വലിയ ബുദ്ധിമുട്ടായിട്ടും, പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 2 വർഷം സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് PSW നിൽക്കുമ്പം തന്നെ അവർ ഏത് കമ്പനിക്കാരായാലും അവർ അന്നേരം വിസ കൊടുക്കുമായിരുന്നു. ഇപ്പം എല്ലാത്തിനും അവിടെ അധിനിവേശത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എപ്പോഴും നിയമങ്ങൾ മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമൊക്കെ വന്നതോടുകൂടി കുറച്ചുകൂടെ പ്രശ്നങ്ങളായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഇനി പോകുന്ന കുട്ടികളൊക്കെ ഒന്നും കൂടെ എല്ലാം ആലോചിച്ചൊക്കെ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പോയിട്ടുള്ള കുട്ടികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ ഏറ്റവും നല്ലത് ആരോഗ്യ മേഖലയാണ്. അവിടെ നേഴ്സിങ്, അതേപോലെ ആശുപത്രിയുടെ കാര്യങ്ങളായിട്ടൊക്കെ ജോലി കിട്ടുന്ന കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ബാക്കി ഫീൽഡിലൊക്കെ ജോലി കിട്ടുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വിസ അടിച്ച് കിട്ടാൻ. അന്നേരം അതൊക്കെ ഒന്ന് നോക്കി പോകുന്നതായിരിക്കും നല്ലത്. നേഴ്സുമാർക്കൊക്കെ നല്ലതാണ്. പക്ഷേ നേഴ്സുമാർ കൂടുതലും അവിടെ ചെന്നിട്ട് കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മോൻ പറയുന്നത് കേൾക്കാം. ഇവിടുന്ന് നേഴ്സിങ്ങിൻ്റെ വിസയിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കെയറായിട്ടാണ് ജോലി കൊടുക്കുന്നത്. പിന്നെ ആരോഗ്യ മേഖലയ്ക്ക് അവർ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ വിസ കൊടുക്കണമെന്നാണ് അവിടുത്തെ ഇപ്പോഴത്തെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമം വന്നിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടല്ലോ കെയറായിട്ടൊക്കെ, അവർക്കൊക്കെ 3 വർഷം കഴിഞ്ഞാൽ അവിടുന്ന് വിസ കൊടുക്കണം എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പോകുന്നത്. എന്ന് വിചാരിച്ച് പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികളെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പോവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പോവുക. എന്നിട്ട് അവിടെ ചെന്ന് അത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. പിടിച്ചു നിന്ന് നമുക്ക് നമ്മുടെ ഏൺ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ചും മലയാളികൾ, ഇന്ത്യക്കാരൊക്കെ ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മൾ പിടിച്ചു നിൽക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾ അറിഞ്ഞുകൊണ്ട് പോവുക. അവിടെ ചെന്നിട്ട് അയ്യോ അബദ്ധമായിപ്പോയി വരണ്ടായിരുന്നു എന്ന് തോന്നരുത്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ട് വിദേശത്തൊക്കെ പോയി പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ രാജ്യങ്ങളും കണ്ടിരിക്കണം, അവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ ഇട്ടാവട്ടത്തുള്ള ഈ പാവയ്ക്ക പോലുള്ള കേരളത്തിൽ മാത്രം പഠിച്ച് ഒതുങ്ങി കഴിയാതെ വിദേശങ്ങളിലും ഒക്കെ പോയി പഠിക്കാൻ ഭാഗ്യവും യോഗവും ഒക്കെ ഉള്ള കുട്ടികൾ അവരൊക്കെ പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പോയി പഠിക്കുക, അവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കുക, അവിടെ പിടിച്ചു നിൽക്കുക, നല്ല നല്ല ജോലികളിൽ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ അതിലൊക്കെ ചേരുക. അതൊക്കെ അങ്ങനെയൊക്കെ വേണം കുട്ടികൾ. അങ്ങനെയൊക്കെ സ്മാർട്ടായിട്ട് തന്നെ കുട്ടികൾ ഇരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇവിടെ തന്നെ പഠിച്ച് കേരളത്തിൽ തന്നെ ജോലി ചെയ്ത് അങ്ങനെ, പിന്നെ അത് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ അങ്ങനെ പോട്ടെ. അതുപോലെ പിന്നെ കുറച്ച് കൂടുതൽ ഒരുപാടങ്ങ് സമ്പാദിക്കാനൊന്നും പറ്റുമെന്ന് തോന്നില്ല. കാരണം അവിടെ ഒരുപാട് ടാക്സാണ്. എല്ലാ ശമ്പളം കിട്ടിയാലും കൂടുതലും ടാക്സിൽ പോകും. എല്ലാം അവിടെ ഫ്രീ ആണല്ലോ, ഫ്രീ എഡ്യൂക്കേഷൻ കുട്ടികൾക്കൊക്കെ, ഫ്രീ എഡ്യൂക്കേഷൻ, അതുപോലെ വയസ്സായവർക്ക് ഫ്രീ ഹെൽത്ത്, എല്ലാം അവരുടെ ആരോഗ്യവും എല്ലാം ഗവൺമെൻറ്റാണ് നോക്കുന്നത്. അപ്പോഴും എല്ലാം ശമ്പളം നമ്മൾ ഏൺ ചെയ്യുമ്പോൾ അതിൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുത്താണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ വൃത്തിയുടെ കാര്യത്തിലും നിയമത്തിൻ്റെ കാര്യത്തിലും എല്ലാം നല്ല ലണ്ടനൊക്കെ നല്ല ഇതാണെന്നാണ് മോൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ പോവുക, പഠിക്കുക.
നന്നായിട്ട് ഏൺ ചെയ്യുക, നമ്മുടെ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഒരിക്കലും ഞാൻ പോകുന്നവരെ നിരുത്സാഹപ്പെടുത്തത്തില്ല. പിന്നെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, കാലാവസ്ഥയും ഇങ്ങനെയാണ്, നല്ല തണുപ്പാണ്. പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ മാത്രമേ ഉള്ളൊരു അല്പം നല്ല കാലാവസ്ഥ. പിന്നെ ജൂൺ മുതൽ പിന്നെ തണുപ്പ് തുടങ്ങും. അങ്ങനെ തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം പോയിട്ട് കാര്യമുള്ളൂ. അല്ല അവിടെ ചെന്ന് പിന്നെ ചുമയും തുമ്മലും ശ്വാസം മുട്ടലും ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ആർക്കും വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. പോകുന്നവരൊക്കെ അവിടെ സെറ്റിലാവാൻ നോക്കുന്നതായിട്ട് കാണുന്നത്. ആർക്കും പിന്നെ തിരിച്ച് വരും, നാട്ടിൽ വരും, നിൽക്കും, പോവും, അങ്ങനെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം പോകാൻ ഇന്ന് എന്നോട് സംസാരിച്ച ചേച്ചിയോട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ മകനും പോകണമെന്നുള്ള നിർബന്ധത്തിൽ നിൽക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ പോകുമ്പോൾ കുറച്ച് പൈസ ചിലവൊക്കെ ഉണ്ട്. നമ്മൾ ഫീസ് അടയ്ക്കണം. പിന്നെ പോകുന്നതിൻ്റെ വിസയുടെ അവിടെ ചെന്ന് താമസിക്കാൻ 3 മാസത്തേക്കുള്ളൊരു സെക്യൂരിറ്റി ഫണ്ട് കാണിക്കണം. എല്ലാം കൂടെ 10-25 ലക്ഷം രൂപയ്ക്കകത്ത് ആവും, ടിക്കറ്റ് ചാർജും എല്ലാം കൂടെ. പിന്നെ പോയി അവരവരുടെ ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതനുസരിച്ച് ഉള്ള നല്ല ജോലി കിട്ടാൻ ശ്രമിക്കുക. അങ്ങനെ ഉയർന്ന് വരിക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങനെ വിദേശത്ത് പോകുന്ന മക്കളുമാരെല്ലാം നന്നായി ഇരിക്കട്ടെ, നന്നായി പഠിച്ചവർ നല്ല നിലയിലെത്താൻ സഹായിക്കട്ടെ. രക്ഷകർത്താക്കളും അതുപോലെ ഇതൊക്കെ മനസ്സിലാക്കി കുട്ടികളെ വിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെയുള്ളൂ ഇന്ന് പറയാൻ. നാളെ മറ്റൊരു വിഷയമായി നാളെ കാണാം. ബൈ.